നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് കുറേ കാലമായുള്ള ചർച്ചയാണ്. പ്രധാനപ്പെട്ട 6 സീറ്റുകൾ നേടും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പിന്നീട് അതിൻ്റെ എണ്ണത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി. കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി അഥവാ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവദേക്കർ എന്ന മുൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം പലപ്പോഴായി കേരളത്തിൽ വരികയും കേരളത്തിലെ പല നേതാക്കളുമായി ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്രയധികം സീറ്റുകൾ കേരളത്തിൽ നേടാനുള്ള സാധ്യത BJPക്ക് ഉണ്ട് എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം വാസ്തവമാണ് അല്ലെങ്കിൽ എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ള വിഷയം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. 18 അടവും പയറ്റി കേരളത്തിൽ സീറ്റുകൾ നേടാനുള്ള BJPയുടെ തീരുമാനം അതിപ്പോൾ 19ാമത്തെ അടവിലേക്ക് കടന്നിരിക്കുന്നു. 19ാമത്തെ അടവ് എന്താണ് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ആളുകളെ കേരളത്തിൽ മത്സരിപ്പിക്കുക എന്നത് തന്നെ. ഇതിനു മുൻപും ഈ വിഷയം പരിശോധിച്ചതാണ്. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ പലയിടങ്ങളിലായി മത്സരിക്കും എന്നുള്ള ചില വാർത്തകളും വിവരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു, ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് കേരളത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ആളുകളെ നിർമ്മലാ സീതാരാമൻ ധനമന്ത്രി, നേരത്തെ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ പ്രധാനപ്പെട്ട നേതാക്കളെ കേരളത്തിൽ മത്സരിപ്പിക്കാനുള്ള ചില തീരുമാനങ്ങളുമായി BJP മുമ്പോട്ട് പോവുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തൃശ്ശൂർ, തിരുവനന്തപുരം ഈ 2 മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ BJP കേന്ദ്രീകരിക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരും നിർമ്മലാ സീതാരാമൻ്റെ പേരും അതുപോലെ തന്നെ നടനും പൊതുപ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റെ പേരും ഉയർന്നു വന്നിരുന്നു. കൃഷ്ണകുമാറിന് ഒരുപാട് സാധ്യതകൾ തിരുവനന്തപുരത്ത് കൽപ്പിക്കപ്പെടുമ്പോൾ നിർമ്മലാ സീതാരാമനോ രാജീവ് ചന്ദ്രശേഖരോ നിന്നാലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചുകൂടി BJP ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കേരളത്തിലെ പല നേതാക്കളുമായിട്ട് JP നദ്ദയും അമിത്ഷായും സംസാരിച്ചു എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആരെ നിർത്തിയാൽ ജയിക്കാൻ സാധിക്കും? എത്ര സീറ്റുകൾ BJPക്ക് കേരളത്തിൽ നേടാൻ സാധിക്കും? നേരത്തെ പറഞ്ഞ 6 എന്നുള്ളത് കൂടുമോ കുറയുമോ? നേരത്തെ ചിന്തിച്ച കാസർഗോഡ്, തൃശ്ശൂർ, അതുപോലെ തിരുവനന്തപുരം, മാവേലിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ സാന്നിധ്യമാകാൻ BJPക്ക് കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ BJPയിലെ കേരള നേതാക്കൾ തന്നെ പറയുന്നത്. അതുപോലെ പത്തനംതിട്ടയിലും ഒക്കെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനെ നിർത്താനുള്ള ചില സാധ്യതകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഈ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ, ദേശീയ നേതാക്കളെ, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നവരെ, ദേശീയ തലത്തിൽ വലിയ ഇമേജ് ഉള്ളവരെയൊക്കെ തന്നെ കേരളത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ ജയിക്കാൻ സാധിക്കുമോ? അത് 19ാമത്തെ അടവായി BJP രംഗത്തിറക്കുമ്പോൾ ഈ 19ാമത്തെ അടവ് വിജയിക്കുമോ? 2024 തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടായേ പറ്റൂ എന്നുള്ള ശക്തമായ നിർദ്ദേശമാണ് JP നദ്ദയും അമിത്ഷായും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിലെ നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് ഏത് തരത്തിൽ പ്രാവർത്തികമാകും? 18ാമത്തെ അടവ് കടന്ന് 19ാമത്തെ അടവിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആരെയൊക്കെ എവിടെയൊക്കെ മത്സരിപ്പിക്കണം? മത്സരിപ്പിച്ചാൽ വിജയസാധ്യത എത്രത്തോളം? അതുപോലെ ന്യൂനപക്ഷങ്ങളെ BJPയിലേക്ക് ആകർഷിക്കാനുള്ള പുതിയ തന്ത്രങ്ങളുമായി ഈ ക്രിസ്മസ് കാലത്ത് പലതരത്തിലുള്ള പ്രവൃത്തികൾ കേരള BJP ഘടകം ആസൂത്രണം ചെയ്തിരുന്നു. ചിലതൊക്കെ നടപ്പിലാവുകയും ചെയ്തു. അതുപോലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ കൂടുതൽ ആകർഷിക്കാനുള്ള എന്തെങ്കിലും തന്ത്രം പയറ്റാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ദേശീയ നേതൃത്വം ഇപ്പോൾ കേരളത്തിലെ നേതാക്കളോട് ആരാഞ്ഞിരിക്കുകയാണ്. ഇത് നടപ്പിലാവുമോ? ഇത് വിജയകരമാകും? എല്ലാ വിഭാഗത്തിലുള്ള പ്രവർത്തകരെയും അതുപോലെ നേതാക്കളെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോയി തന്നെ കൃത്യമായ ഏകോപനം നടത്തി കഴിഞ്ഞാൽ 1-2 സീറ്റുകൾ BJPക്ക് ജയിക്കാൻ സാധിക്കും എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. അത് ഇത്തരം തന്ത്രങ്ങൾ കൊണ്ട്, ഇത്തരം അടവുകൾ കൊണ്ട് അത് സാധ്യമാകുമോ? അത് സാധ്യമാക്കിയെടുക്കാൻ BJP കേരള ഘടകത്തിന് കഴിയുമോ? ഇപ്പോഴേ തന്നെ ഹോംവർക്കും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്ത് ശക്തമായി മുമ്പോട്ട് പോകുന്നു എന്നാണ് BJP അവകാശപ്പെടുന്നത്, കേരള ഘടകം അവകാശപ്പെടുന്നത്. പക്ഷേ അത് ഫലത്തിൽ വരാൻ, അതിൻ്റെ ഔട്ട്പുട്ട്, അതിൻ്റെ ഫലം ലഭിക്കാൻ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇത്രയധികം സംസ്ഥാനങ്ങളിൽ വലിയ സാന്നിധ്യമാകാൻ BJPക്ക് കഴിയുന്നു എങ്കിൽ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ പറയുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവരാണ്. കേരളത്തിലെ ജനങ്ങൾ വലിയ രാഷ്ട്രീയ മനസ്സുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ BJP അംഗീകരിക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ BJP അംഗീകരിക്കുന്ന ഒരു സമയം വരും എന്നുള്ള ഒരു കാര്യമാണ് കേരള BJP ഘടകം ഇപ്പോൾ മുമ്പോട്ട് വയ്ക്കുന്നത്. പലപ്പോഴും അവർ ദേശീയ നേതൃത്വത്തോട് ഈ വിഷയത്തിൽ വിശദീകരണം നൽകി മടുത്തു എന്നും കേൾക്കുന്നു. 2024 തെരഞ്ഞെടുപ്പ് വരികയാണ്. 19ാമത്തെ അടവുമായി BJP രംഗത്തിറങ്ങുകയാണ്. അടവ് ഏത് രീതിയിൽ പ്രാവർത്തികമാകും, ഏത് രീതിയിൽ അടവായി മാറും, അല്ലെങ്കിൽ അടവിന് ഫലം ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ BJP നേതാക്കൾക്കിടയിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്.
2024 ആ വർഷത്തെ തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാണുന്നത്. അതുപോലെ BJP കേരള ഘടകവും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഒരു സീറ്റെങ്കിലും ലഭിച്ചാൽ അത് തന്നെ വലിയ മുന്നേറ്റമാണ്. ഒരു അക്കൗണ്ടെങ്കിലും തുറക്കാൻ പറ്റിയാൽ അത് തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ നേട്ടമായി BJP കേരള ഘടകത്തിന് കരുതാൻ സാധിക്കും. നേതൃമാറ്റമൊക്കെ നേരത്തെ ചർച്ചയായിരുന്നു, പക്ഷേ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ദേശീയ നേതൃത്വം കരുതുന്നത്. അപ്പോൾ 19ാമത്തെ അടവുമായി സ്ഥാനാർത്ഥികളെ, സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ, വിഖ്യാതരായ സ്ഥാനാർത്ഥികളെ, കേന്ദ്രമന്ത്രിമാരെയൊക്കെ കേരളത്തിൽ BJP പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്.